ഹലോ ഗൈസ്, എല്ലാ ന്യൂ ബിഗിനിങ്സിന് മുന്നേയും ഒരു ഹെയർ കട്ട് വേണമെന്ന് തോന്നുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിലും ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമല്ലാത്തത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീട്ടിൽ കൺവിൻസ് ചെയ്തിട്ടാണ് ഞാൻ 2 ദിവസം മുന്നേ പാലായ്ക്ക് വണ്ടി കയറിയതും ഇവിടെ വന്ന് മുടിയൊക്കെ വെട്ടി സെറ്റ് ചെയ്തതും. എൻ്റെ ഗ്രാജുവേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരുക്കങ്ങൾ മൊത്തം. പാലായി പഠിച്ചപ്പോൾ തൊട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഈ കടയിൽ വന്നൊന്ന് മുടി വെട്ടണമെന്ന്. ഇവിടുത്തെ ചേട്ടൻ്റെ ഭാഷ എനിക്കും എൻ്റെ ഭാഷ ചേട്ടനും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് അവസാനം എത്തിയ ഹെയർ സ്റ്റൈലാണിത്. പക്ഷേ സെറ്റ് ചെയ്തിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണേ. എത്ര പെട്ടെന്നല്ലേ 4 കൊല്ലം പോയത്. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി. പിറ്റേ ദിവസം വേഗം റെഡിയായി. രാവിലെ എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വ്ളോഗിൻ്റെ കാര്യമേ ഞാൻ മറന്നുപോയി. അവസാനം കോളേജിലെത്തി ഇവിടെ വന്നിരുന്നപ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ ഞാനൊരു യൂട്യൂബർ ആയിരുന്നല്ലോ. പിന്നെ എന്താണ്, ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് കുറച്ച് സംസാരിച്ച് ഈ ഗൗണൊക്കെ ഇട്ട് നല്ല ചൂടായിരുന്നു ഗൈസ്, നല്ല കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ നമ്മളുടെ ടേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ബാച്ചുകാരെ ഓരോരുത്തരെയായിട്ട് വിളിച്ച് തുടങ്ങി. എൻ്റെ വീട്ടിൽ നിന്ന് വരാൻ ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് സ്ട്രെസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എണീറ്റപ്പോൾ തന്നെ എൻ്റെ അനിയന്മാർ വന്ന് വീഡിയോ ഷൂട്ടിംഗ് തുടങ്ങി. ഏതായാലും അത് മതിയല്ലോ നമുക്ക്. ഫൈനലി എനിക്ക് ഈ നിമിഷത്തിൽ നന്ദി പറയാൻ തോന്നുന്നത് എൻ്റെ കോളേജിനേക്കാളും ഉപരി ChatGPTയോടാണ്. കാരണം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചത് അവിടെ നിന്നാണ്. എന്നിരുന്നാലും ടീച്ചേഴ്സിനോടൊക്കെ നമുക്കൊരു സ്നേഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ എല്ലാവരോടും താങ്ക് യു ഒക്കെ പറഞ്ഞ് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല സമാധാനം ഉണ്ടായിരുന്നു ഗൈസ്, സത്യം പറയാമല്ലോ. ഇതാണ് എൻ്റെ 4 വർഷത്തെ റൂംമേറ്റ് വിനിയൽസ്. ഇനി ഹോസ്റ്റലും കോളേജും ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ഓർക്കുമ്പം വലിയ വിഷമമൊന്നുമില്ല. തിരിച്ചു വന്നിരുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ മിണ്ടി. അയ്യോ, പറയാൻ വിട്ടുപോയി, ഇതാണ് നമ്മുടെ യൂട്യൂബർ ആമി. അവളെൻ്റെ ഫോൺ കണ്ടപ്പോൾ തന്നെ അവൾ സ്വന്തമായിട്ട് എടുത്ത് വ്ളോഗ് തുടങ്ങി. പിന്നെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ചാനലിൽ മാത്രമേ ഇടുള്ളൂ എന്ന്. ഫൈനലി ഗ്രാജുവേറ്റഡ് എന്ന് പറഞ്ഞ് ആ സർട്ടിഫിക്കറ്റും മൊമെൻറ്റോയും ഒക്കെ കാണിക്കുവാണ്. ഇറ്റ്സ് ഡൺ എന്നാണ് അവൾ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കോട്ടൊക്കെ ഊരിക്കൊടുത്ത് കോളേജിൻ്റെ അതിലൂടെ കുറച്ച് നേരം നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്ത് ചെയ്യാനാ, ഇതൊരു സെഡ് മ്യൂസിക് ഇട്ട് എഡിറ്റ് ചെയ്ത് തരാമെന്ന് എൻ്റെ അനിയൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേ ജോ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ട് തന്നു. ഹാപ്പി ഗ്രാജുവേഷൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നോക്കുമ്പോഴേ 2 കവർ. പ്രാങ്ക് ആണോ എന്നറിയാൻ തിരിഞ്ഞു നോക്കി, പക്ഷേ അല്ലായിരുന്നു ഗൈസ്. എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഫെററോ റോസ്റ്ററായിരുന്നു. അത് കണ്ടപ്പോഴേ ഒരു പാക്കറ്റ് എൻ്റെ അനിയൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ആർക്കും കൊടുക്കാതെ കൊണ്ടേ വണ്ടി വെച്ചോളാൻ. അടുത്ത പാക്കറ്റ് പൊട്ടിച്ച് ഫ്രണ്ട്സിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു. കാരണം എൻ്റെ വീട്ടുകാർ പോകാം എന്ന് പറഞ്ഞ് പുറകിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ ഫോട്ടോസ് എടുത്ത് കൊതി തീർന്നിട്ടും ഇല്ലായിരുന്നു. ഞാൻ എല്ലാത്തിനെയും മുട്ടായി കാട്ടി വിളിക്കുകയാണ് ഗൈസ്. ആദ്യം 5 നെല്ല് വന്നു. സൈഡിൽ നിന്ന് നൈസായിട്ട് എടുത്തങ്ങ് അടിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ എന്താ, എല്ലാവരോടും ബൈയൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ കൂടി എടുത്ത് ഇങ്ങനെ പോവാണ്. ഇനി എപ്പോൾ കാണുമെന്നൊന്നും അറിയില്ലല്ലോ. പാലായിൽ നിന്ന് തിരിച്ച് ബസ് കയറിയപ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. കോളേജ് തീർന്നതിൻ്റെ അല്ല, ഇനി എപ്പോൾ പാലായ്ക്ക് തിരിച്ചു വരും, കുഞ്ഞാൻ്റെ അടുത്ത് എന്ന് വരും എന്നൊക്കെയുള്ളൊരു വിഷമമായിരുന്നു. കിച്ചു, സച്ചു, അന്തോണി, കുഞ്ഞാൻറ്റി, ഐ റിയലി മിസ് യു. പിന്നെ കാണാം.